ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഓണം സീരീസിൻ്റെ മൂന്നാമത്തെ സീരീസാണ്. ഇന്നത്തെ വീഡിയോയിൽ നല്ല സാമ്പാറും ക്യാബേജ് തോരനുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതൊക്കെയാണ് ഞാൻ സാമ്പാറിനായിട്ട് എടുത്തിട്ടുള്ള കഷ്ണങ്ങൾ. മത്തൻ, കത്തിരിക്ക, വെള്ളരിക്ക, തക്കാളി, ക്യാരറ്റ്, സവാള, ഉരുളക്കിഴങ്ങ്, പിന്നെ വെണ്ടയ്ക്ക. ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് തുവരപ്പരിപ്പാണ്. ഇത് ഏകദേശം അരക്കപ്പിൽ താഴെ വരും. ഇത് നന്നായിട്ട് കഴുകി കുക്കറിനകത്തേക്കിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വേകുന്ന സമയം കൊണ്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ പരിപ്പ് വെന്തുടയണം. എന്നാലേ സാമ്പാർ നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി എടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ചെറിയ ഉള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 8-10 ചെറിയ ഉള്ളി കൂടി ചേർത്താൽ മതി. പിന്നെ വെണ്ടയ്ക്ക ഞാൻ സെപ്പറേറ്റ് വഴട്ടിയല്ല ചേർക്കുന്നത്. ഞാൻ ഈ കഷ്ണങ്ങളുടെ കൂടെ തന്നെ ഇട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഇതൊന്ന് വഴട്ടി ചേർത്താൽ മതി. ഇനി ഈ കഷ്ണങ്ങൾ പരിപ്പുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ പരിപ്പ് അടിയിൽ കിടന്ന് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒരു 2-3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ താളിക്കാനായിട്ട് കുറച്ച് ചെറുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ സാമ്പാർ പൊടിയും എടുത്തിട്ടുണ്ട്. സാമ്പാർ പൊടി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇനി ഒരു നുള്ളു കായപ്പൊടി കൂടി ചേർക്കാം. നേരത്തെ കായപ്പൊടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. പൊടികൾ കരിഞ്ഞു പോകരുത്. നല്ലൊരു മണം വരും. അതുവരെ ഇതൊന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് സാമ്പാറിന് നല്ലൊരു മണവും ടേസ്റ്റും കളറും ഒക്കെ കിട്ടുന്നത്. ഇപ്പോൾ പൊടിയുടെ കളറൊക്കെ ഒരുവിധം മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ഇല്ല എങ്കിൽ നമ്മൾ കഷ്ണം വേവിച്ച കുക്കറിലേക്ക് ഒരല്പം പച്ചവെള്ളം ഒഴിച്ചിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഇച്ചിരി ചൂടുണ്ടാകും. ഇനി സാമ്പാർ ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിള വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണേ. അത് സാമ്പാറിന് കുറച്ചുകൂടി ഒരു ഫ്ലേവർ തരും. മല്ലിയില കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. സാമ്പാർ റെഡിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചെടുക്കാം. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഒരല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും കൂടി ഒന്ന് പൊട്ടി വരണം. അതിനുശേഷം അരിഞ്ഞു വെച്ച ചെറുള്ളി കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് സാമ്പാറിലേക്ക് ചേർക്കാം. നല്ല ടേസ്റ്റാണ് ഈ സാമ്പാർ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ക്യാബേജ് തോരൻ ഉണ്ടാക്കാം. അതിനായിട്ട് ക്യാബേജും ഒരു ക്യാരറ്റും 2 പച്ചമുളകും ഒരു സവാളയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം.
ചെറുതായിട്ട് വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഞാൻ ഈ രീതിയിലാണ് അരിഞ്ഞെടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കാം. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കാബേജും സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെക്കേണ്ട, അല്ലാണ്ട് തന്നെ തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. കാരണം നമ്മൾ ഉപ്പ് ചേർത്ത് ഞെരടുമ്പോൾ അതിനകത്ത് ഓൾറെഡി ഒന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ടാണ് അടച്ച് വെക്കേണ്ട എന്ന് പറയുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇല്ലാതെയാണ് ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്നത്. തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും 2-3 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ക്യാബേജും ക്യാരറ്റുമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് ഇതൊന്ന് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം അരപ്പ് ചേർക്കുമ്പോൾ ഉപ്പ് ഒരല്പം കുറവാകാൻ ചാൻസ് ഉണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുമ്പോഴാണ് ക്യാബേജ് തോരന് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. ആ ഒരു സ്മെല്ലൊക്കെ ഒരുവിധം ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ക്യാബേജ് തോരനും റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം അറിയിക്കണേ. എല്ലാവർക്കും ഇതൊരുപാട് ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓണം സീരീസിൻ്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.